ഉടമസ്ഥൻ ഫൈസലിന്റെ ഗൃഹപ്രവേശനത്തിൽ ബിഗ് ബോസ് ടീം ആദില നൂറ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഇവർ ഈ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്തത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ആദ്യം തന്നെ ഈ ഫൈസലേക്ക് എന്ന് പറയുന്ന മലബാർ ഗോൾഡിൻ്റെ ഉടമ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നൊരു ചോദ്യം. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയില്ലേ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും, പല തന്തക്ക് പറയുന്ന സ്വഭാവം. ഇത് സോഷ്യൽ മീഡിയയിൽ പലരും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അത് ശാസ്ത്രീയമായിട്ട് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല, പക്ഷേ പലരും ഉപയോഗിച്ച് കാണുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ആളുകൾ ഈ പദം ഉപയോഗിക്കാതിരിക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ആദില നൂറ എന്നുള്ളവരെ കേരളം മുഴുവൻ പിന്തുണയ്ക്കുന്നു, അവർ കേരളത്തിൻ്റെ മക്കളാണ്, അവർ കേരളത്തിലെ ഐഡിയൽ കപ്പിൾസാണ്, അങ്ങനെയുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ ജീവിക്കുന്ന രണ്ടുപേരാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ടുപേരാണ്, ബഹുമാനപ്പെട്ട കോടതിയുടെ പിന്തുണയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിക്കണം, അവർ ആരും തളർത്താനോ തകർക്കാനോ ശ്രമിക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നതൊക്കെ ഉദാത്തമാണ്, അവർ സമൂഹത്തിന് മാതൃകയാണ്, വരും തലമുറ അവരെ മാതൃകയാക്കണം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവരോട് ചെയ്ത ഈ ചെയ്ത്ത്, അവരെ പലയിടങ്ങളിലും വിമർശിക്കുന്നവരുണ്ട്, ആട്ടിയകറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എൻ്റെ വീട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നീ വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട, അതിന് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ ലക്ഷ്മി എന്ന മറ്റു പേരുള്ള ലക്ഷ്മി എന്ന കുട്ടിയുടെ പേര് തോന്നുന്നു, ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഇവരെ കയറ്റാൻ പറ്റില്ല. അന്ന് ലക്ഷ്മിക്കെതിരെ ഒരുപാട് പേര് വാളെടുത്ത് വന്നു. എനിക്കതിൽ ലക്ഷ്മിയുടെ അഭിപ്രായത്തോട് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താ, ലക്ഷ്മി അവരുടെ കാര്യമാണ് പറഞ്ഞത്, അവരുടെ വീട്ടിൽ ആര് വരണമെന്ന് അവരാണ് തീരുമാനിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതി ഉണ്ടാവും. അയാളുടെ വീട്ടിൽ ആര് കയറണമെന്ന് അയാളാണ് തീരുമാനിക്കുക, അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇയാളുടെ വീട്ടിൽ കയറണോ വേണ്ടയോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച നടന്നത്. ഈ ഫൈസലിൻ്റെ വിഷയത്തിൽ ഫൈസലിൻ്റെ വീട്ടിൽ വന്നവരാണ് അവർ. ഫൈസൽ അവരെ കൈ കൊടുത്ത് സ്നേഹത്തോടെ ഒപ്പം നിർത്തി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് കൃത്യമായി മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ. ആ വീഡിയോ ഒന്ന് നോക്കാം, ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോയിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, ഈ ഫൈസലിൻ്റെ അടുത്തേക്ക് ആദില നൂറയും വരുമ്പോൾ അവരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഫൈസലിന് കൈ കൊടുത്ത് ഇവരെ മാറ്റി അങ്ങനെ നിന്ന് അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് VS ഹൈദരാലി എന്നാണ്. ഇയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമ PR കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലുണ്ട് ആൾക്ക്. അതുപോലെ തന്നെ അയാൾ അത്യാവശ്യം ഇത്തരം സെലിബ്രിറ്റികളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, അവരുടെ PR പണികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഇവരെ കൊണ്ടുവന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ആദില നൂറയും വന്ന സമയത്ത് ഇയാളുടെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഞെട്ടലോ പേടിയോ അല്ലെങ്കിൽ എന്തിനു വന്നു എന്നുള്ള ചോദ്യമൊന്നുമില്ല. വളരെ സ്നേഹത്തോടു കൂടി ആ മക്കളെ എനിക്കറിയാം, നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്ത് കൊണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സ്നേഹത്തോടെ കൂടെ നിർത്തി ചിരിച്ച് ഫോട്ടോ എടുത്ത ഈ ഫൈസൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നേരെ തിരിയുക. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹമധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ഫൈസൽ AK എന്ന് പറയുന്ന ആൾ പറയുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് ഇവൻ്റെ നാടകമാണ്. ഇയാളുടെ തികഞ്ഞ നാണം കെട്ട ഉളുപ്പില്ലാത്ത നാടകമാണ്. അപ്പോൾ ആദില നൂറ എന്നുള്ളവരോട് അവരോട് അഭിപ്രായത്തോടെ അവരെ ചേർത്ത് നിർത്തുന്നവരുണ്ടാവും, അവരെ മാറ്റി നിർത്തുന്നവരുണ്ടാവും, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം തന്നെ നിൽക്കേണ്ടി വരും. കാരണം സ്വന്തം വീട്ടിലേക്ക് വരുന്ന 2 പേര് ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരാൾ ഇവരെ കാണുമ്പോൾ എലി പുന്നല് കണ്ട പോലെ പല്ലിളിച്ച് അവൻ്റെ മുഖം നോക്ക്, ആ സമയത്ത് അവൻ്റെ റിയാക്ഷൻ നോക്ക്. ശരിക്കും നമ്മൾ പറയില്ലേ പഴഞ്ചൊല്ല്, എലി പുന്നല് കണ്ട പോലുള്ള ഒരു ആക്രാന്തവും വെപ്രാളവും, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഇവൻ വായും പൊളിച്ച് ചിരിച്ച് ഒരു ക്ലീൻ ഷേവും ഒടുക്കത്തെ മേക്കപ്പും ഒരു വക സഫാരി സൂട്ട് പോലത്തെ എന്തോ ഒരു കുപ്പായം ഇട്ടിട്ട് പക്ക പ്രാഞ്ചേട്ടൻ അങ്ങനത്തെ ഒരു കുപ്പായം ഇട്ടിട്ട് ഇയാൾ നിൽക്കുക. എന്നിട്ട് ഈ കുട്ടികളെ കാണുമ്പോൾ
പല്ലും വെളിച്ചടിച്ചിട്ട് വല്ലാത്ത ചിരിയും ചിരിച്ചിട്ട്. അത് മാത്രമല്ല അത്രയും വലിയൊരു ബിസിനസ്സുകാരൻ അയാളുടെ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ഇവരെ വിളിച്ചിട്ടില്ല, വിളിക്കാതെ വന്നവരാണ് എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു നാടകം ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഈ സെലിബ്രിറ്റികളെയൊക്കെ ഇങ്ങനെ വിളിച്ച് വീട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എനിക്ക് ഇത്രയും കണക്ഷൻസ് ഉണ്ട്, ഞാൻ വലിയ സംഭവമാണെന്ന്. ഈ പ്രാഞ്ചി, പക്ക പ്രാഞ്ചി. ഇത് കുറേ ഉണ്ട്. ബോബി ചെമ്മണ്ണൂരുണ്ട്, പിന്നെ മൈജിയുടെ ഒരു മുതലാളിയുണ്ട്, ഇതേപോലെയാണ്. ഇയാളുടെ വീട്ടിലോ എവിടെയെങ്കിലും പരിപാടി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സെലിബ്രിറ്റീസിനെ PR ഏജൻസികൾ വഴി കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കും. എന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് വലിയ സംഭവമായിട്ട് നടക്കും. അതായത് ഇവരൊക്കെ, ഈ താരങ്ങളൊക്കെ ഇവന്മാരെ കാണാൻ വേണ്ടി വരുന്നതാണെന്നുള്ള കൃത്യമായി പൈസ കൊടുത്ത് PR ഏജൻസികൾ വഴി കയ്യോ കാലോ പിടിച്ച് കൊണ്ടുവരുന്നതാണ് ഈ നടന്മാരെ. പക്ഷേ അവർ വരുമ്പോൾ ഈ മുതലാളിമാരാണ് വലിയ ആളുകൾ, ഇവന്മാരാണ് വലിയ സംഭവം, ഇവന്മാരാണ് വലിയ, ഞങ്ങളെ കാണാൻ, ഞങ്ങളെപ്പോലുള്ള വലിയ ബിസിനസ്സുകാരെ കാണാൻ താരങ്ങൾ വന്നിരിക്കുന്നു എന്ന മട്ടിലാണ് ഇവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാന്ന്. പൈസ വാങ്ങിച്ചു പോയത് കൊണ്ട് ഈ നടന്മാർക്കും നടിമാർക്കും പിന്നൊന്നും പറയാനും പറ്റില്ല, മിണ്ടായിരിക്കും നിവൃത്തിയുള്ളൂ. അതേപോലെയാണ് ഈ ആദിലയും നൂറയും മാർക്കറ്റ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്. കാരണം PR മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ആദിലയും നൂറയും വന്നിട്ട് ഇയാൾക്ക് കൈ കൊടുക്കുന്നത്. പിന്നെ നോക്കുക, ആദിലയ്ക്കും നൂറയ്ക്കും ഇതുപോലൊരു പ്രാഞ്ചിയുടെ വീട് കയറി താമസത്തിന് പോയിട്ട് വേണോ ജനങ്ങളെ അറിയാൻ അല്ലെങ്കിൽ ജനങ്ങളെ അംഗീകരിക്കാൻ? ഇവർ മൂന്ന് പേര് നിന്നാൽ ഇവരിൽ ആരെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യുക? ഈ പ്രാഞ്ചിയായിട്ടുള്ള ഫൈസലിന് എത്ര പേർക്ക് അറിയാം? ഇവൻ ഈ വിവാദത്തിൽ പെട്ടതുകൊണ്ട് ആദിലയുടെയും നൂറയുടെയും ചെലവിൽ കുറെ കൂടി പബ്ലിസിറ്റി കിട്ടി ഈ ഫൈസലിന്. അല്ലാതെ ഇവരെ എന്ത് പബ്ലിസിറ്റി? ഇതിനു മുമ്പ് ഇവര് പബ്ലിസിറ്റി കിട്ടി എങ്ങനെയാ? ഒരു പാകിസ്ഥാൻ താരത്തെ കൊണ്ടുവന്നു പറഞ്ഞ വലിയ വിവാദം ഉണ്ടായി. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ചീത്തവിളിയും തെറിവിളിയായിരുന്നു സംഘപരിവാറുകാർ. അപ്പോൾ ഇവരുടെ PR ടീം എന്താ ചെയ്ത്? ഒരു ഇസ്ലാമായതിനാൽ കടന്നാക്രമിക്കുന്നു എന്ന മട്ടിലേക്ക് ഇരവാദം പറഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കുക, ആദില, നൂറ എന്നിവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അതിനെ ചീത്ത പറയാനോ വിമർശിക്കാനോ നമുക്കൊരു അധികാരമില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എന്ന് വെച്ചാൽ അവരെ വിമർശിക്കാതിരിക്കരുതെന്ന് പറയുന്നതിനും കാര്യമില്ല. വിമർശിക്കാനുണ്ടെങ്കിൽ അവരെ വിമർശിക്കാം. അവരുടെ അടുത്ത് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. അവരവരുടെ ഇഷ്ടമാണ്. അവർ വീട്ടിൽ കയറ്റണമെന്നോ അവരുടെ കൂടെ പോകണമെന്നോ അവരുടെ കൂടെ ഇരിക്കണമെന്നൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ ഇവിടെ ഇയാൾ ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് അത് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തപ്പോൾ ഇയാൾ വിചാരിച്ചത് ജനങ്ങൾ മുഴുവൻ ഇയാൾക്കൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷെ ആദിലയോടും നൂറയോടും ദേഷ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കൃത്യമായിട്ട് ഇയാൾക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി ഇയാൾ നേരെ മറുകണ്ഠം ചാടി. നട്ടലിന് ഉറപ്പില്ലെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കരുത്, അതാണ് പറയാനുള്ളത്. ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ വളരെ സന്തോഷത്തോടു കൂടി വരുന്നു, അവർ പങ്കെടുക്കുന്നു, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, ഇയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവിടെ വന്ന മറ്റ് താരങ്ങളുമായിട്ട് കൈകൊടുത്ത് ഇടപെട്ട് സന്തോഷത്തോടെ നിന്നുണ്ടാവും. അവർ അംഗീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് വിളിക്കുന്നു എന്നുള്ള സന്തോഷം അവരെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കൂടെ വന്നിട്ടാണ് അവര് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി പോലും ഒരുപാട് ആൾക്കാർ അറിയുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും. അതെ, ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് അവർക്കത് വലിയൊരു സന്തോഷമായ ഒരു കാര്യമായിരിക്കും. അല്ല, അവർ ശരിക്കും ഇവന്റെ ഈ സ്വഭാവം ഇതാണെന്ന് ഇവർ പോരുതായിരുന്നു, അത് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴല്ലേ അറിയുന്നത്, പിന്നീട് ഇങ്ങനെ സംഭവം വരുമ്പോഴായിരിക്കുമല്ലോ. കാരണം ആദിലയും നൂറയും ഒക്കെ കൃത്യമായ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇവന്റെ മുഖം വലിച്ചു കീറണം. ഇവ എങ്ങനെ നിങ്ങൾ അവിടെ എത്തി? ആ വീട്ടിൽ നിങ്ങൾ എങ്ങനെ പോയി? നിങ്ങൾ ആരാണ് കൊണ്ടുപോയത്? ആരാണ് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചത്? നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? ആ പോയതിന് ശേഷം അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവർ പേയ്മെൻറ്റ് തന്നോ? നിങ്ങളൊരു PR വർക്കിൻ്റെ ഭാഗമായി കൊണ്ടുപോയതാണ്. ഇക്കാര്യങ്ങൾ ആദിലും നൂറയും വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാഞ്ചേട്ടന്മാരൊക്കെ കിടന്നങ്ങ് നിരങ്ങുന്നേ. ഇവനൊക്കെ ആരാണ്? ഒരു കുറേ കാശുണ്ട് കയ്യിൽ, കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരിക്കാം, തട്ടിപ്പുറത്തി ഉണ്ടാക്കിയതായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, ഇതിൽ കാശുണ്ട്. ഈ കാശ് ഉപയോഗിച്ച് അയാൾക്ക് അയാളുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സർവ്വ അധികാരവും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട്. അയാൾക്ക് കോടികളുടെ വീട് പണിയാം, കോടികളുടെ വാഹനങ്ങൾ വാങ്ങിക്കാം, പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാം, വിദേശ രാജ്യങ്ങൾക്ക് ഇറങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷെ മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് അവൻ്റെ ആത്മാഭിമാനം നിലത്തിട്ട് ചവിട്ടി അരച്ചിട്ടാകരുത് ഇമ്മാതിരി പോക്കൃത്തരം കാണിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതിലിവൻ ചെയ്തിരിക്കുന്നത് ഈ കുട്ടികളെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരാളുടെ താല്പര്യമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ട് അവിടെ വെച്ച് സ്നേഹം പ്രകടിപ്പിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞിട്ട് ആ വീഡിയോയും ഫോട്ടോയും കേരളം മുഴുവൻ ഒരുപാട് കണ്ട് എല്ലാവരും അതിലെ നൂറയും വലിയ സെലിബ്രിറ്റികളായി ബിസിനസ്സുകാരുടെ പരിപാടിയിലൊക്കെ ഗസ്റ്റായി എന്ന രീതിയിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് ഒരു സ്ഥലത്ത് വരുമ്പോൾ പൊടുന്നനെ ഇവർ വലിഞ്ഞു കയറി വന്നവരാണ്. ശരിക്കും ഇതിൻ്റെ അർത്ഥം അതല്ലേ? വലിഞ്ഞു കയറി വന്ന് തിന്നിട്ട് പോയി.
തിന്നിട്ട് പോയി എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക, മാതാപിതാക്കളെ ധിക്കരിച്ചു, അവരെ സമൂഹ മധ്യത്തിൽ താറടിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്, ഈ ഫൈസൽ പറയുന്നത്. പക്ഷേ ഇതിനുള്ള മറുപടി ആദിലയും നൂറയും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്പേസിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ സെക്ഷൽ അബ്യൂസ് ഉണ്ടായി, ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് സെക്ഷൽ അബ്യൂസ് ഉണ്ടായി, അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലും കായികമായി ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഈ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ക്രൂരമായിട്ടുള്ള നടപടികൾ, സെക്ഷൽ അബ്യൂസ് അടക്കമുണ്ടാകുമ്പോൾ പിന്നെ ആ കുട്ടികൾ വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. ഇവിടെ ശരിക്കും പറയാനുള്ളത് ഈ പറയുന്ന ഈ ഫൈസൽ എന്ന് പറയുന്നവൻ അവൻ്റെ പ്രാഞ്ചിയേട്ടൻ കോംപ്ലക്സാണ്. അതായത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആരെയും വിളിച്ചു വരുത്തി അപമാനിക്കാം, ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും പറയാം എന്നുള്ളതാണ് ഇവൻ ചെയ്തിരിക്കുന്ന കാര്യം. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് നന്മയും മനുഷ്യത്വവും അല്ലെങ്കിൽ മിനിമം നട്ടലിന് ഉറപ്പുമില്ലെങ്കിൽ അവനൊന്നും ഒരു മനുഷ്യനായി പോലും കേരളം പരിഗണിക്കില്ല, മനുഷ്യൻ പരിഗണിക്കില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ്. ആ കുട്ടികളെ വിളിച്ചു വരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇയാൾ വിചാരിച്ച ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും, അത് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ നേരെ അവരെ കുറ്റം പറയുകയാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് പറയാം, ഞാൻ ഇതൊന്നും ആലോചിക്കാതെ ഇവർ സെലിബ്രിറ്റികളാണല്ലോ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണ്, ഞാൻ അവരെ കൊണ്ടുവന്നു, പക്ഷേ അത് ഒരു വിഭാഗത്തിന് വിഷമം ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അവരോട് ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ പെൺകുട്ടികൾ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരൊരു സെലിബ്രിറ്റികൾ എന്ന നിലയിലാണ് ഞങ്ങൾ ക്ഷണിച്ചത്, ഞങ്ങളുടെ PR ടീമിനൊരു തെറ്റുപറ്റി, നിങ്ങൾ ക്ഷമിക്കണം എന്നൊരു കുറിപ്പാണെങ്കിൽ അതിന് മാന്യതയുണ്ട്, മര്യാദയുണ്ട്. ഇവിടെ ആ പെൺകുട്ടികൾ വലിഞ്ഞു കയറി വന്നു, അങ്ങനെ വലിഞ്ഞു കയറി വരേണ്ട എന്ത് ഗതികേടാണ് ഈ കുട്ടികൾക്കുള്ളത്. അവർക്ക് ആവശ്യത്തിന് പൈസയായില്ലേ, രണ്ടുപേരും കൂടി ബിഗ് ബോസിന് എത്ര ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അവർ എത്ര ഉദ്ഘാടന പരിപാടികൾ കമ്മിറ്റി ഉണ്ടാവും, എത്ര ബ്രാൻഡുകളുടെ അംബാസഡർമാരായിട്ട് ഫേസ് ആയിട്ട് ഇനി അവർ വരാൻ പോകുന്നു. ഇതിലും വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തവരെ ഇപ്പൊ വലിയ രീതിയിൽ സെലിബ്രിറ്റികളായിട്ട് ആഘോഷിക്കുന്നു, ഇതേപോലെ ഓരോ ചടങ്ങുകളിലൊക്കെ വിളിക്കുന്നു. ഇവര് സത്യം പറഞ്ഞാൽ മനുഷ്യരെന്ന നിലയിൽ ഒരു തെറ്റും ചെയ്ത മനുഷ്യരല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ ആക്സെപ്റ്റ് ചെയ്യണം എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. ഇവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരാളുടെ വീട്ടിൽ ആര് കയറണമെന്ന് അയാളാണ് തീരുമാനിക്കുന്നത്, സമൂഹം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാളുടെ വണ്ടിയിൽ ആരൊക്കെ കയറ്റണമെന്ന് അയാളാണ് തീരുമാനിക്കുക. അത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഒരു KSRTC ബസ്സാണെങ്കിൽ അതിലെ 100 അതിൽ കയറണമെന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ചീത്ത പറയാം. പക്ഷേ ഒരു വ്യക്തി അയാളുടെ അധ്വാനത്തിലുണ്ടാക്കിയ വീട്ടിൽ ആര് കയറണമെന്ന് അയാൾ തീരുമാനിക്കും. അപ്പോൾ നാളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ലക്ഷ്മി പറയാൻ എനിക്ക് സൗകര്യമില്ല തന്നെ കയറ്റാൻ, പുറത്ത് കിടമെന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടി വരുന്നു. അതൊന്നും തെറ്റൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് ഇവർ തെറ്റുകാരാണെന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിൽ വേറൊരു കാര്യം. ഇപ്പം ഇയാൾ പറയുന്നത് പോലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ കാഴ്ചപ്പാടാണ്. മറുവശത്ത് ഇവരെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഫൈസലിൻ്റെ വ്യക്തിത്വവും നിലപാടും ആശയവുമാണ് പണയം വെച്ചിരിക്കുന്നത്. ഇവൻ ആരാണ്, ഇവൻ്റെ അസ്തിത്വം എന്താണ്, ഇവൻ്റെ നിലപാട് എന്താണെന്ന് ഇവന് പോലും അറിയില്ല. രാവിലെ കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ അവരെ പറഞ്ഞു വിട്ട് ചീത്തം വിളിക്കുന്നു. അവർ വലിഞ്ഞു കയറി വന്നവരാണെന്ന നിലയിലേക്ക് അവരെ കളിയാക്കുന്നു, അവഹേളിക്കുന്നു, അപമാനിക്കുന്നു. ഒരുപക്ഷെ ബിഗ് ബോസിലൊക്കെ നേരിട്ടതിനേക്കാൾ വലിയ അപമാനമാണ് ഈ കുട്ടികൾ നേരിട്ടിരിക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ക്രൈമാണ്. ഇവനിങ്ങനെയും ചെയ്യാൻ പാടില്ല. കയ്യിൽ കാശുള്ളവൻ എന്ത് വൃത്തികേടും എന്ത് നാരത്തരവും ആർക്കെങ്കിലും ചെയ്യാം എന്നൊരു അഹങ്കാരമാണ് ഇവിടെ കാണുന്നത്. ഇതിനുള്ള മറുപടി കേരളം കൊടുക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നൊരു പോസ്റ്റ് ഞാൻ കാണിക്കാം. സുധീർ എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്നൊരു പോസ്റ്റ് നോക്കാം. ഇപ്പോൾ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന മലബാർ ഗോൾഡ് ഉടമ ഫൈസലിക്കയുടെ ഹൗസ് വാമിങ്ങിന് യൂട്യൂബേഴ്സ് തൊട്ട് സിനിമാ നടന്മാർ വരെ ഗസ്റ്റായി വരുന്നുണ്ട്. അതിൽ ആദിലയും നൂറയും ഗസ്റ്റായി അങ്ങോട്ട് വന്നിരുന്നു. അവർ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോയര്. ഫൈസലിക്ക FB പോസ്റ്റ് ഇട്ടേക്കുന്നു, ഇവർ വന്നത് എൻ്റെ അറിവോടെയല്ല, വീട്ടുകാർ തള്ളിപ്പറഞ്ഞവരെ സ്വീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് പുള്ളിയുടെ മാനേജ്മെൻ്റ് ആണോ അറിയില്ല, ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. ഇവൻ ഡിലീറ്റ് ചെയ്തു. ഒന്നാമത് നൂറ ആൻഡ് ആദില ഒന്നും ആരും വിളിക്കാതെ അങ്ങോട്ട് വരില്ല. അതിന് മാത്രം ഗതികേടൊന്നും അവർക്കില്ല. ഇനി ഫൈസലിക്ക് വന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൻ്റെ മുന്നിലിട്ട് അപമാനിക്കുകയല്ല വേണ്ടത്. മാനേജ്മെൻറ്റിൻ്റെ ക്ഷണം കൊണ്ടായിരിക്കാം അവർ വന്നിട്ടുണ്ടാവുക. അതാണ് ഒരു പോസ്റ്റ്. മറ്റൊന്ന്, ആ കപ്പിൾസ് വരുമെന്ന് മുൻകൂട്ടി നിനക്ക് അറിയില്ല എന്ന് പറയുന്നത് നീ ക്ഷണിച്ചു വരുത്തിയ നിൻ്റെ 2 അതിഥികളെ അപമാനിക്കലല്ലേ? ഇനി ആ കപ്പിൾസ് ക്ഷണിക്കാത്ത ഫംഗ്ഷന് പോകാൻ മാത്രം പട്ടിണിയിലാണോ? കാര്യം നീ നിൻ്റെ പൊങ്ങച്ചം കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ആളാവാൻ നോക്കി, അത് നിനക്ക് കൃത്യമായി കിട്ടി. പ്രാഞ്ചിയേട്ടൻ ശരിക്കും പ്രാഞ്ചിയേട്ടൻ ആ നിലയിലാണ്
കുറേ ആളുകൾ അതിനെ കാണുന്നത്. ഇത് എതിർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനിടയിൽ തന്നെ മലബാർ ഗോൾഡിലേക്ക് ഇനി പോകരുത്, ഈ വിധത്തിലുള്ള വൃത്തികേട് കാണിച്ചവന്മാരാണ് ഇവരെന്ന് പറഞ്ഞിട്ട് മലബാർ ഗോൾഡിന്റെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് മലബാർ ഗോൾഡിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. എന്തായാലും അയാളുടെ ബിസിനസിനെ ബാധിച്ചത്, അയാളുടെ ബിസിനസ്സിനെ മാത്രമല്ല അയാളുടെ വ്യക്തിത്വം ഒന്നും അയാൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കും. ഇല്ലാത്തവനാണെന്ന് തോന്നുന്നു. അയാളുടെ ഇമാതിരി പ്രവൃത്തി കാണുമ്പോൾ വ്യക്തിത്വമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മലബാർ ഗോൾഡ് എന്ന ബ്രാൻഡിന് ഒന്നാമത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെയൊക്കെ വലിയ ബ്രാൻഡാണ്, കോടികളുടെ ബിസിനസ് നടക്കുന്ന, ഒരുപാട് ഗൾഫ് മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു വമ്പൻ ബ്രാൻഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് മുതലാളി കാണിക്കുന്നതെങ്കിൽ ബ്രാൻഡിൻ്റെ പേരും പോവും, അയാളുടെ പേരും പോവും. എന്തായാലും ആദിലയും നൂറയും വിഷയത്തിൽ അധികം വൈകാതെ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.